ഹായ്, സൈലത്തിന്റെ നീറ്റ് ടോപ്പേഴ്സിലെ 2 ആളുകളാണ് എന്റെ മുന്നിലുള്ളത്. ആയിഷ ആൻഡ് ജവദാന. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുമോ? എന്റെ പേര് ആയിഷ, വയനാട്ടിൽ ആണ് വീട്. സൈലം ഫിനിക്സ് ഹൈബ്രിഡ് ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു, ഓഫ്ലൈൻ കോഴിക്കോട്. ഓക്കെ, മോളോ? എന്റെ പേര് ജവദാന, ഞാൻ TM തന്നെയാ വീട്. TM ക്യാമ്പസിലെ ഫിനിക്സ് ആയിരുന്നു ഹൈബ്രിഡ്. ഓക്കെ, രണ്ടുപേരും ഫിനിക്സിലെ സ്റ്റുഡൻസ് ആയിരുന്നു അല്ലേ? ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം കഴിഞ്ഞൊരു 10 വർഷത്തെ നീറ്റ് എക്സാമിന്റെ ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് പരീക്ഷകളിൽ ഒന്നായിരുന്നു ഇപ്രാവശ്യം നടന്നത്. ശരിയല്ലേ? എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് പരീക്ഷ? പാടായിരുന്നു, നല്ല പാടായിരുന്നോ? കുറച്ച് അങ്ങ് മൊത്തത്തിൽ അങ്ങ് പാടുന്നല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലല്ലല്ലോ. നമ്മള് PVQ ഒക്കെ ചെയ്ത് നമ്മളൊരു മൊത്തത്തിലൊരു അസംഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരു വർഷം നീറ്റ് എങ്ങനെ ആയിരിക്കും. അങ്ങനെ അല്ലായിരുന്നു. അതിന് മുന്നത്തെ ഒരു വർഷം നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പാടായിരുന്നു. എക്സാമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ഞാൻ ആദ്യം അതാണല്ലോ ബയോളജി എഴുതി, കെമിസ്ട്രി എഴുതി. അപ്പൊ ആദ്യം ബയോളജി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കി ബയോളജി കുഴപ്പമില്ല, എന്നാലും ഭയങ്കര എളുപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും അത്യാവശ്യം എഴുതാൻ പറ്റി. എല്ലാ ക്വസ്റ്റ്യനും ബയോളജി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ബയോളജി എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് അപ്പൊ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊരിതുണ്ടായിരുന്നു. കെമിസ്ട്രി ചെയ്തപ്പോഴും അങ്ങനെ തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫിസിക്സ് ഒന്ന് ആദ്യത്തെ എഴുതിയപ്പോ ഒന്നും പറ്റുന്നില്ല. കുറച്ച് OMR നോക്കുമ്പോൾ കുറെ അങ്ങ് ബ്ലാങ്ക്. അപ്പൊ വിചാരിച്ചു എനിക്ക് പിന്നെ ഇവിടെ നിർത്തി ബാക്കിൽ നിന്ന് വരാന്ന് വിചാരിച്ചു. അത് നല്ല ഡിസിഷൻ ആയിരുന്നു. ബാക്കിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും എഴുതുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെയാണ്. അല്ല, ഞാൻ റെഗുലർ പാറ്റേൺ. വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുക. അത്രയും ധൈര്യശാലികൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, അത് നമുക്കറിയാം. അത് പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ കണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ക്വസ്റ്റ്യൻ മാത്രമേ അടുത്തതും അങ്ങനെ തന്നെ. അടുത്ത വായിച്ചു 3 എണ്ണം ഞാൻ വിട്ടിട്ട് 4ാമത്തെ എഴുതി. ആൻഡ് ഓൾമോസ്റ്റ് 1 hour ആണ് ഞാൻ ഫിസിക്സിന് കൊടുക്കല്. ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാ പോക്ക്. 1 hour കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ചെയ്തത് 15 questions ആണ്. അതുകൂടെ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ നല്ലോണം ഡൗൺ ആയി. അതാണ് ഞാൻ കെമിസ്ട്രി പോയി എഴുതിയത്. കെമിസ്ട്രി എഴുതിയപ്പം കുറേ തെറ്റിച്ചു. കെമിസ്ട്രിയിലാണ് എൻ്റെ കുറേ തെറ്റ് വന്നത്, കാരണം ആ ടെൻഷനിൽ പോയി എഴുതിയപ്പോൾ. പിന്നെ ബയോളജി ഇവിടെ കണ്ട പോലത്തെ പാറ്റേൺസ് ഒക്കെ തന്നെയായിരുന്നു. അല്ലാതെ കുറച്ച് ഡെപ്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് വന്നത്. ബയോളജി ഇവിടുത്തെ പാറ്റേൺ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. നിങ്ങൾ ആക്ച്വലി നമ്മുടെ മോക്ക് ടെസ്റ്റുകളും GEBകളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്കോർ ഉണ്ടല്ലോ അല്ലെ? ഒരു 700 അല്ലെങ്കിൽ 700+ ഒക്കെ ആണല്ലോ കിട്ടിക്കൊണ്ടിരുന്നത് അല്ലെ? ആ ഒരു പ്രതീക്ഷയായിട്ടല്ലേ നമ്മൾ പരീക്ഷ എഴുതാൻ പോണേ. അപ്പൊ പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നോ ഏകദേശം ആ ഒരു റേഞ്ച് കിട്ടുമോ, അല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കുന്ന ഒരു ധാരണ ഉണ്ടായിരുന്നോ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോ? ഇല്ല, ഒരു ധാരണ ഉണ്ടായിരുന്നില്ല, മൊത്തം കിളിപോയ അവസ്ഥയായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോ എന്തായാലും നല്ല സ്കോർ ഉണ്ടാവില്ല എന്ന് ഉറപ്പായി. ഞാൻ വിചാരിച്ചത് ഈ ഒരു ഇതേ ഇല്ല, MBBS എന്നുള്ള സ്വപ്നം ഡ്രോപ്പ് ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിലെത്തി. കാരണം ഭയങ്കര കരച്ചിലും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഇതിലേനു. എനിക്ക് എത്ര സ്കോർ എന്ന് പോലും നോക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഉമ്മച്ചിയൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ തുടങ്ങിയപ്പോ തൊട്ടേ ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് നല്ലതിനാണെങ്കിൽ എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്നാണ് എപ്പോഴും താർക്കാണ്. അപ്പം ആ എക്സാം ഹാൾ ഇരുന്നപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഇത് എനിക്കുള്ളായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ പാടായിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, പറ്റുന്ന പോലെ എഴുതാം എന്നൊരു മൈൻഡായിരുന്നു. ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും കഴിഞ്ഞല്ലോ, എനിക്കൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ എഴുതിയിരുന്നത്. അപ്പൊ ഞാൻ ആൻസർ ഇവിടെ നിന്ന് വന്നപ്പോ തന്നെ നോക്കി. അല്ല, അപ്പൊ തന്നെ നമ്മള് സാറന്മാരൊക്കെ അങ്ങനെ വിളിക്കും, കംഫർട്ടബിൾ, കുഴപ്പമില്ല പോട്ടെ ഇത് തന്നെയായിരിക്കും. അവരെ അപ്പൊ തന്നെ കോണ്ടാക്ട്. എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ തന്നെ എല്ലാവരും ഇങ്ങനെ വിളിക്കും, സാറന്മാർ ഇങ്ങോട്ട്. നിങ്ങൾ സൈലത്തിന് 2 ഡിഫറെന്റ് ക്യാമ്പസുകളിൽ വരുന്ന ആളുകളാണ്. ഈ ക്യാമ്പസുകൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കഴിഞ്ഞൊരു വർഷം എന്നൊന്ന് പറയാമോ? TM ക്യാമ്പസ് നല്ല രസമാണ്. ഇവിടത്തെ ക്യാമ്പസ് നമ്മളിപ്പോ ആദ്യമായിട്ടാണല്ലോ ഇവിടെ. ഇതുപോലെയല്ല, കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് ക്യാമ്പസ് തന്നെ കാണാനൊക്കെ. ക്യാമ്പസ് നമ്മള് അടിപൊളി, നല്ല രസമാണ്. ഭയങ്കര നല്ല ഫാക്കൽറ്റീസ് ആണ്. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മളടുത്ത് ഇങ്ങോട്ട് നിൽക്കും.
ഞാൻ റിപ്പീറ്റർ ആണ്. അപ്പം ആദ്യത്തെ തൊട്ട് അവിടെ തന്നെ പഠിച്ചത്. പക്ഷെ ആർക്കും അങ്ങനെ അറിയില്ല, സാറന്മാർക്കും തന്നെ അറിയില്ല. രണ്ടാമത്തെ ഇയർ ആയപ്പോ സാറന്മാര് നമ്മളെ മാർക്കൊക്കെ കണ്ടിട്ട് ഇത് ഏതാ കുട്ടി എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ഇങ്ങോട്ടാണ് ആദ്യം ഫിസിക്സിലെ കിരൺ സാർ, താങ്ക്സ്, സാറിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളി ഇങ്ങോട്ട് വന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, ഞാൻ സ്റ്റാഫ് റൂമിൽ ഒന്നും കേറിയിട്ടേ ഇല്ല, ഒരു ഡൗട്ട് പോലും ചോദിച്ചിട്ടില്ല. അത് പോവേണ്ടായിരുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് രണ്ടാമത്തെ മീറ്റിംഗ്. അപ്പൊ സാർ ഇങ്ങോട്ടാണ്, കിരൺ സാർ വന്നിട്ട് ആദ്യം ഒരു കാര്യം പറയാനുണ്ട്, ക്ലാസ് കണ്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സാർ ഇങ്ങോട്ട് സംസാരിച്ചു, അങ്ങനെ എല്ലാം നമ്മള് വരണം, നമ്മള് സംസാരിക്കണം. അപ്പൊ ആദ്യമൊക്കെ ഡൗട്ട് ഒന്നും ആയിരുന്നില്ല, നോർമലായിട്ട് സാർ ഇങ്ങനെ സംസാരിക്കും, എല്ലായിടത്തും വരണം, എല്ലാ സ്റ്റാഫ് റൂമിലും പോകണമെന്ന് പറഞ്ഞു. സാറാണ് ആദ്യം ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് ഡൗട്ടായി, പിന്നെ കംഫർട്ടബിൾ ആയല്ലോ, അങ്ങനെ ഡൗട്ടൊക്കെ ചോദിക്കും. ഞങ്ങള് പിന്നെ ഹോസ്റ്റൽ അടുത്താ, അപ്പൊ ഞങ്ങൾ 7 മണി വരെ ക്യാമ്പസിലിരിക്കും. നൈറ്റ് 7 മണി ഇരിക്കുമ്പോ സാറുമാര് ഞങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പൊ സാറുമാര് ഞങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പൊ അവര് പാർക്ക് ചെയ്യുന്ന നമ്മുടെ ഹോസ്റ്റലിന്റെ അവിടെ, അവര് ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് അവരവിടെ ഉണ്ടാവും. എനിക്ക് കാലിക്കറ്റ് ക്യാമ്പസിൽ വന്നിട്ട് 3 വർഷമായി. ഞാൻ സൂപ്പർ റിപ്പീറ്ററാ. ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. എല്ലാവരും നമുക്ക് എപ്പോൾ വേണേലും ഓരോ കോണ്ടാക്ട് ചെയ്യുക, ഓരോട് ചോദിക്കുക ഇനി എങ്ങനെ എൻ്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ എന്നെ ഗൈഡ് ചെയ്തതൊക്കെ അവർ തന്നെയാണ്. മെൻറ്റേഴ്സിന്റെ സപ്പോർട്ട് അതുപോലെ തന്നെ. നമ്മൾ എപ്പോൾ സ്ട്രെസ്ഡ് ആണെങ്കിലും ഓരോരുത്തർ വേഗം സംസാരിച്ചാൽ മതി, അങ്ങനെ നമുക്ക് എന്തും ചെയ്തു തരും. സ്റ്റുഡൻസിന് പറയുന്ന പോലാണ്, നമുക്ക് എന്താ കംഫർട്ട് അതാണ് ഒരു പ്രയോറിറ്റൈസ് ചെയ്യുക. സാധാരണ നമ്മളിപ്പോ ഈ ഒരു നീറ്റ് അല്ലെങ്കിൽ നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയുടെ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ് ഒക്കെ ഉണ്ടാവൂലേ? കാരണം പല ഭാഗത്തുനിന്ന് പ്രഷർ ഉണ്ടാവും അല്ലെ, ടീച്ചേഴ്സ് പ്രഷറൈസ് ചെയ്യും, പാരന്റ്സ് പ്രഷറൈസ് ചെയ്യും, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അത്ര ഇല്ല, നമ്മളെ കാണുന്നത് പോലെ എനിക്ക് 2 വർഷം ഉണ്ടായിട്ടില്ല. ഒരു സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? എനിക്ക് ഞാൻ ഇട്ടെങ്കിലുള്ളൂ, ചുറ്റുള്ള ആരും അങ്ങനെ ഇല്ല. വീട്ടുകാരൊക്കെ നോർമലി നമ്മൾ കേൾക്കാറുണ്ട്, ഇപ്പൊ നീറ്റിന്റെ ഒക്കെ അല്ലെങ്കിൽ എൻട്രൻസിന്റെ ക്ലാസ്സുകൾ ഭയങ്കര ഭീകരമായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും, ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഭീകരന്മാരായിരിക്കും എന്നൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ആക്ച്വലി, ഇല്ലേ? അത് ശരിയായിരുന്നോ ഇവിടെ വന്നപ്പോ? ഇല്ല, ഒട്ടുമില്ല. ഇല്ല, അവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ, നമുക്ക് കംഫർട്ടബിൾ രീതിയിൽ അവർ ക്ലാസ് എടുക്കാം. സാറന്മാരായാലും ഇങ്ങനെ ഭയങ്കര ഒരു ടെററൊന്നും അല്ലല്ലോ, എല്ലാരും ഭയങ്കര കൂളായിട്ടാ പഠിപ്പിക്കല്. നമുക്ക് ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞു തരും, ഭയങ്കര കംഫർട്ടബിൾ ആക്കി പറഞ്ഞു തരും. പിന്നെന്താ സൈലത്തിലേക്ക് ആദ്യം വന്നപ്പോ എനിക്കിത് പേടിയുണ്ടായിരുന്നു, കാരണം നമ്മൾ കേൾക്കുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇതല്ലേ, അപ്പൊ സ്ട്രെസ്ഫുൾ അതാണ്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ ഞാനിനി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ വേറെ ഏത് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാനും, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് സൈലന്റ് തന്നെ ബെസ്റ്റ് തന്ന പോലെ തന്നെ തോന്നി. എനിക്ക് സ്ട്രെസ് അങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര കംഫർട്ട് അവിടെ, എനിക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കുക, എൻ്റെതായിട്ടുള്ളൊരു സ്ട്രാറ്റജീസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതന്നെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ട് അവിടെ. നമ്മളിപ്പോ ഒരു നീറ്റ് പോലെ ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് തന്നിരുന്ന DPP, നിങ്ങൾക്ക് തന്നിരുന്ന മെറ്റീരിയൽ, അതിലെ PVQs മെറ്റീരിയൽ, അങ്ങനെ കുറെ മെറ്റീരിയലുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഈ മെറ്റീരിയലിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ ഉണ്ടായിരുന്നു മെറ്റീരിയൽ? എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും മെറ്റീരിയൽ? DPP എന്ന് പറയുന്നത് ഭയങ്കര ജമ്മായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഞാൻ എത്ര വട്ടം DPP ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല, അത്ര വട്ടം ചെയ്ത് നോക്കിയിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻസും. 5 വട്ടം. പിന്നെ നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യന് അതിൽ കണ്ടതാന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യന് ഞാൻ അങ്ങനെ കണ്ടിട്ട് അതേ മോഡലാന്നുള്ളതിൽ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടവാട് ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എത്ര ടഫാന്ന് പറഞ്ഞാലും അങ്ങനത്തെയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നീറ്റിന്. അത് നമ്മൾ സോർട്ട് ചെയ്ത് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ DPP-ലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അത് നല്ലോണം പഠിച്ചിട്ട് എക്സ്ട്രാ മെറ്റീരിയലേക്ക് പോയാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. അതിനൊപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മൈൻഡ് മാപ്പും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ ജവദാന? മൈൻഡ് മാപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ പഠിക്കുമ്പോൾ? ഞാൻ DPP-യും പഞ്ചുമായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ PYQs ഒക്കെ ക്ലാസ്സിൽ ഒരുപാട് ചെയ്യിക്കുമായിരുന്നു. PYQ ചെയ്യായിരുന്നു, നമ്മളെടുത്ത് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് കോപ്പി എടുത്ത് ചെയ്യുമായിരുന്നു. നിങ്ങൾ ചെയ്യായിരുന്നു, ക്ലാസ്സിലും ചെയ്യിപ്പിക്കുമായിരുന്നു. ഓക്കെ. പരീക്ഷകൾ, നമ്മുടെ എക്സാംസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാംസ് നല്ലതായിരുന്നു. നമുക്ക് എല്ലാം നീറ്റ് ബേസ്ഡ് തന്നെ ആയിരുന്നല്ലോ, അപ്പൊ ഒരുപാട് അങ്ങ് ടഫ് ആക്കലൊന്നുമില്ല. നമുക്ക് കുറച്ച് കോൺഫിഡൻസ് അങ്ങനെയും കിട്ടും. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ സൈലം ഇടുന്നത് കൂടാതെ എക്സാം സാറന്മാർ അവിടെ നമുക്ക് നടത്തും. ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ എല്ലാ ദിവസങ്ങളും നമുക്ക് 2 മണിക്ക് എക്സാം ഉണ്ട്. എനിക്ക് തോന്നുന്നു എക്സാമുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാ ദിവസവും നിങ്ങൾ എക്സാം എഴുതാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ വേറെ എന്തൊക്കെ എക്സാമുകൾ നമുക്ക് ഉണ്ടായിരുന്നു ആയിഷ? വീക്ക്ലി ടെസ്റ്റ്, അതായത് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ചാപ്റ്റർ വൈസ് ഉണ്ടാവും. DTS ഉണ്ട്,
അത് കൂടാതെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് daily തരും. നമ്മൾ എഴുതുന്ന ഡെയിലി test അല്ലേ? ടെസ്റ്റ് ഉണ്ടാവും, GIBs ഉണ്ടാവും. ഉം. അത് ഭയങ്കര യൂസ് ആണ്. GIB നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ GIB വഴിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഫിസിക്സ് എഴുതണം, ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഫിസിക്സ്, അത് ഞാൻ അപ്പൊ GIB തൊട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്, അല്ലാതെ അന്നൊരു ദിവസം പെട്ടെന്ന് അങ്ങനെ ചെയ്തതല്ല. അത് പിന്നെ നമുക്ക് അതിന് കൂടാതെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരുവേനു ഇവര് ഓരോ ഇതായിട്ട്. അപ്പൊ അതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കിണ്ടായിരുന്നു ഇവര് തരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എഴുതുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ്, കാരണം അത് ഒരു നീറ്റ് എക്സാമിന്റെ അതേ മോഡൽ തന്നെയാണല്ലോ നമ്മൾ നടത്തുന്നത്. പുറത്ത് നമ്മൾ സെന്ററിൽ പോയിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ പോയിരുന്നിട്ട് എങ്ങനെയാണ് നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെയാണല്ലോ GIB നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് നമ്മുടെ യഥാർത്ഥ നീറ്റിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവാൻ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. ശരിക്കും പറ്റും. അങ്ങനെ തന്നെയാണല്ലോ. നമ്മള് വെറുതെ പെട്ടെന്ന് പോയി എഴുതുമ്പോൾ ക്ലാഷൊക്കെ എഴുതുമ്പോൾ നമുക്കറിയാം നമുക്ക് പെട്ടെന്ന് പതറിപ്പോവും. പക്ഷെ അതുപോലെ നമ്മൾ ശരിക്കും GIB എഴുതുമ്പോഴും പിന്നെ പ്രീമോക്ക് എഴുതുമ്പോഴും ഇവിടുത്തെ എക്സാംസ് ആയാലൊക്കെ നമ്മൾ ആ 2 മണിക്കൂർ നമ്മൾ 3 മണിക്കൂർ നമ്മൾ അങ്ങനെ ഇരുന്ന് എഴുതുമല്ലോ. അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് കുഴപ്പമില്ല. ഇതും അങ്ങനെ തന്നെയാണ് ഒരു ഫീൽ വരും. പിന്നെ നമുക്ക് ഇത് പറഞ്ഞ പോലെ ഞാൻ ആദ്യം ബയോളജി എഴുതണമെന്നുള്ളത് എൻ്റെ ഒരു കംഫർട്ടാക്കി ഞാൻ മാറ്റിയത് ഇതിൽ കൂടെയാണ്. പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ അത് പാടാണെങ്കിൽ അതവിടെ ഇട്ടിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകണം. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫിസിക്സ് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഇത് പാടാണെങ്കിൽ ഓക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കിൽ നിന്ന് വരാം, ബാക്കി പാടാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ നിന്ന് വരാം. അങ്ങനെയുള്ള നമുക്ക് അവിടെ ഇരുന്ന് നമുക്കൊരു പതറാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഓക്കെ ഈ പ്ലാൻ എനിക്ക് ഈ പ്ലാൻ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റണം. നമുക്കിങ്ങനെ പെട്ടെന്ന് ഒട്ടും പതറാതെ നമ്മളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ആ എക്സാം ഹോളിൽ നിന്ന് നമുക്കങ്ങ് സെറ്റ് ആവും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറെ എക്സാം എഴുതി വന്നല്ലേ, നമുക്ക് കുഴപ്പമില്ല, നമ്മളെങ്കിലും ഓക്കെ ആവും. നമ്മുടെ റിവിഷനെ കുറിച്ച് എന്താ പറയാ? കാരണം ഒരു ജനുവരിയോട് കൂടി നമ്മുടെ പോർഷൻസ് ഒക്കെ തീർന്നിട്ടുണ്ട് അല്ലേ? എല്ലാ ക്യാമ്പസിലും നമ്മുടെ പോർഷൻസ് എല്ലാം തീർന്നിട്ടുണ്ട്. റിവിഷൻ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ LMRP? നല്ലതായിരുന്നു. റിവിഷൻ പ്രോഗ്രാം സമയത്ത് അധികം എനിക്കിങ്ങനെ ബാക്ക്ലോഗ്സ് ഒന്നും ഇല്ലായിരുന്നു. റിവിഷൻ വരെയും ബാക്ക്ലോഗ് ഒന്നും ഇല്ലാതെ പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ പഠിച്ചതിന് ഒന്നുകൂടെ പഠിക്കാൻ പറ്റും. പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പുതിയ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആദ്യം പുതിയ ക്വസ്റ്റ്യൻ ചെയ്യില്ല, അറിയുന്ന കാര്യം ഉറപ്പിക്കണമല്ലോ, പിന്നെയാണല്ലോ പുതിയത്. അപ്പൊ അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആദ്യം ചെയ്യുന്നത്. സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ അത് ആദ്യം ചെയ്യാം, പിന്നെ ആയിരുന്നു പുതിയ ക്വസ്റ്റ്യൻസ്. 2 ദിവസം കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആ എല്ലാ പാഠങ്ങളും നല്ല രീതിയിൽ നോക്കാൻ പറ്റും. പെട്ടെന്ന് മീൻസ് റിവിഷന് വേണ്ടി റിവിഷൻ പോലെ അല്ലാതെ ആ റിവിഷൻ നല്ല എഫക്റ്റീവ് ആയിരുന്നു. നന്നായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. LMRPക്ക് വേണ്ടിയിട്ട് ശരിക്കും വെയിറ്റിംഗ് ആയിരുന്നു നമ്മള് തുടങ്ങാൻ വേണ്ടിയിട്ട്, എല്ലാം മൊത്തത്തിൽ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ദിവസം നമ്മൾ പഠിക്കാൻ എല്ലാം പഠിച്ച് എല്ലാം റിവൈസ് ചെയ്ത് പോകാനുള്ള സമയമുണ്ട്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് കറക്റ്റ് ഒരിക്കലും കണ്ട പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു, എല്ലാം വെറൈറ്റി ആയിരുന്നു. അപ്പൊ അത് ഭയങ്കര യൂസ് ആയിരുന്നു. പുതിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആയിരുന്നില്ല. അപ്പോൾ വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മള് ഇത് കാണാത്ത ക്വസ്റ്റ്യനാ, ഇപ്പോഴും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ള ഒരു ഫീല്. അപ്പൊ നമുക്കൊരു കഴിഞ്ഞു എന്നുള്ള ഒരു ഫീൽ അല്ല തന്നത്, ഇനിയും പഠിക്കാനുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതൊക്കെ ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു ഫീലാ തന്നത്. അപ്പൊ അത് യൂസ്ഫുൾ ആയിരുന്നു. ഇനിയും മുന്നോട്ട് റിവിഷൻ നല്ലപോലെ എഫക്റ്റീവ് ആക്കണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നീറ്റ് ജേണിയിൽ സക്സസ്ഫുൾ ആയ 2 ആളുകളാണ് നിങ്ങൾ, നമ്മുടെ അഭിമാന താരങ്ങളായിട്ടുള്ള 2 ആളുകളാണ് നിങ്ങൾ. ഇനി വരാൻ പോകുന്ന ഭാവി ഡോക്ടേഴ്സിനോട് അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ലേ? ഉണ്ടാവും. എന്താ പറയാനുണ്ടാവുക? കറക്റ്റ് ആയിട്ടുള്ള ഇവിടെ ഒരു പ്ലാൻ ഉണ്ട്, അതിലൂടെ പോകണം എന്തായാലും. അത് കൂടാതെ നിങ്ങളതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ് ചെയ്യണം. ഇങ്ങനെ പഠിക്കണം, ഡെയിലി പ്ലാൻസ് ഉണ്ടാക്കുക, ഇന്ന് ഇത്ര ചാപ്റ്റേഴ്സ് ഇതുപോലത്തെ ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് പോവുക. അത് കൂടാതെ നമ്മളെ പ്ലാനിലും കൂടെ ഫോക്കസ് ചെയ്യുക. അതാണ് മെയിനായിട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷെ നമുക്ക് ചില ഭാഗങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും, അതിൽ മോർ ഫോക്കസ് ചെയ്തിട്ട് അത് ക്ലിയർ ആക്കി കൊണ്ടുവരിക. ഓരോ ദിവസത്തെ പ്ലാൻസ് ഉണ്ടാക്കുക, അതൊക്കെ തന്നെ. എനിക്ക് ആ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, അതായത് സൈലം നമുക്കൊരു നല്ലൊരു പ്ലാനാ തരുന്നത്, അതിൽ കൂടെ അങ്ങ് പോവാ. പിന്നെ അല്ലാതെ നമ്മളിപ്പോൾ ആദ്യം കുറെ നാൾ പഠിച്ച് LMRP അങ്ങനെ തന്നെ പോവാ. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ എനിക്ക് വേറൊരു കാര്യം, നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ ഒരു ബാങ്ക് എടുത്താൽ നമ്മൾ അത് തന്നെ നമ്മൾ പഠിക്കുക, അല്ലാതെ കുറേ ബുക്ക് എടുത്ത് പഠിക്കുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഒരെണ്ണം പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അത് പഠിക്കുക, അതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക, പ്രോപ്പർ ഡൗട്ട് വയ്ക്കുക, അത് എല്ലാ മോഡലും നമ്മൾ പഠിക്കുക. ഈസി ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ ഹാർഡ് ആയിക്കോട്ടെ നല്ല രീതിയിൽ പഠിക്കുക. കുറേ എടുത്ത് പഠിക്കുമ്പോൾ നമ്മളങ്ങ് വല്ലാണ്ടങ്ങ് നമുക്ക് ടെൻഷൻ കൂടും. പിന്നെ നെഗറ്റീവ്സിനെ കുറയ്ക്കാൻ ശ്രമിക്കുക. എഴുതേണ്ട ക്വസ്റ്റ്യൻസും നമ്മൾ ഒഴിവാക്കേണ്ട ക്വസ്റ്റ്യൻസും പഠിക്കുക. നമ്മളെ നെഗറ്റീവ്സ് എങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ഒഴിവാക്കണം, ആ ഒരു ധൈര്യം നമുക്ക് വരണമെങ്കിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം, കുറേ എക്സാംസ് എഴുതണം. പിന്നെ ഈ പറഞ്ഞ പോലെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മളെ കൂടെ സൈലാണല്ലോ ഇപ്പോൾ ഉള്ളത്, എന്തായാലും കിട്ടും നമുക്ക്. അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരും എക്സാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലാതെ ഇരുന്നിട്ട് കൂടി നിങ്ങൾ ആ ഒരു സ്വപ്നം
ഇതിലേക്ക് എത്തിയ 2 ആളുകളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസിൽ അഡ്മിഷൻ ഒക്കെ എടുത്ത് നല്ല 2 ഡോക്ടേഴ്സ് ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.